Good afternoon, Miss. Good afternoon. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് എല്ലാവരും നോക്കിയോ? ഹോസ്പിറ്റൽ ഫാർമസിയുടെ നോക്കിയിരുന്നോ? ഹന്ന ഹന്നില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ എടുത്തത് എല്ലാവരും നോക്കിയിരുന്നോ? എന്താരും ഒന്നും പറയാത്തേ? നോക്കിയിരുന്നു. Yes, ആ, ma'am. okay. ആ, Yes, ഇതിലെല്ലാം ma'am. ഉണ്ടോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? നൗഷിദ, ഡൗട്ട്സ് വല്ലതുണ്ടോ? ഓക്കെ. എന്താണ് നമ്മ എവിടെ വരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? Hospital formulary. ഹോസ്പിറ്റൽ ഫോർമുലറി വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ്, ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. എന്താണ് ഒരു ഡ്രഗ്സിന്റെ ഇന്റൻഡിങ്? ഇന്റൻഡിങ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഫാർമസിയിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്നുകളുടെ ഓർഡർ കൊടുക്കാനും അല്ലെങ്കിൽ അവിടുത്തെ സപ്ലയേഴ്സിനും നമുക്ക് വിതരണം ചെയ്യാനുള്ള ഒരു ഓർഡർ ഉണ്ട്, ഒരു ഔദ്യോഗിക ഓർഡർ ഉണ്ട്. അതിന് പറയണതാണ് ഇന്റൻഡിങ്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ അല്ലെങ്കിൽ ഫാർമസിയിലെ മെഡിസിൻസിന്റെ ഓർഡർ കൊടുക്കാനും വിതരണത്തിനുമുള്ള ഒരു ഔദ്യോഗിക ഓർഡറിനെയാണ്, ഔദ്യോഗിക ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ ഇന്റൻഡിങ് എന്ന് പറയുന്നത്. Next, the hospital must have a clear hospital formulary that may contain 250 to 300 drugs. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി? ഹോസ്പിറ്റലിലെ ഡ്രഗ്സിന്റെ ലിസ്റ്റ് അല്ലേ? ആണോ അശ്വതി? അതെ, ma'am. ഈ ഫോർമുലറിയില് ഒരു മെഡിസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ആ മെഡിസിൻ ഏത് ഡിസീസിന് ഉപയോഗിക്കുന്നു, എത്ര ഡോസിൽ ഉപയോഗിക്കണം, ആ മെഡിസിൻ കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും റിയാക്ഷൻസോ സൈഡ് എഫക്റ്റുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷനും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. എന്താണ് ഒരു ഹോസ്പിറ്റലില് ഒരു ക്ലിയർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടായിരിക്കണം. ഈ ഹോസ്പിറ്റൽ ഫോർമുലറിയില് 250 മുതൽ 300 ഡ്രഗ്സിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ഓരോ ഹോസ്പിറ്റലിന്റെ റൂൾസിനനുസരിച്ച് ഇതിൽ ചേഞ്ചസ് വരാട്ടോ, ഈ മെഡിസിന്റെ നമ്പേഴ്സിന്റെ എണ്ണം. ഓക്കെ. നെക്സ്റ്റ്, drug to be intended keeping safety stock in mind. എന്താണ് ഈ ഡ്രഗ്സിന്റെ ഇന്റന്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണമെന്ന്. നമ്മൾ ഈ കിച്ചണിൽ ഈ ഹൗസ് വൈഫ് അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യണവർക്ക് അവിടെ തീരുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അവർക്ക് ഉണ്ടാവില്ല. ഇന്ന സാധനം തീർന്നു, ഇന്ന ദിവസം അത് മേടിച്ചാലാണ് യൂസ് ചെയ്യാനുണ്ടാവുന്ന ഒരു ഇത് മൈൻഡിൽ സൂക്ഷിക്കുക, മനസ്സിലുണ്ടായിരിക്കുക. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു തോട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് ഒരു സ്റ്റോക്ക്, ഒരു ഓർഡർ വെച്ച് നമ്മൊരു സാധനം ഇപ്പൊ ഫാർമസിയിൽ എന്തായിരിക്കും ഓർഡർ ചെയ്യുന്നത്? ഒരു മെഡിസിൻ ആയിരിക്കും അല്ലെ? ആ മെഡിസിൻ ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് കുറക്കാനായി നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ എണ്ണത്തെയാണ് നമ്മ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയില് ഹോൾഡിംഗ് കോസ്റ്റ് പെടും, പിന്നെ ഓർഡർ കോസ്റ്റ് പെടും, പിന്നെ അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ലാസ്റ്റ് ഉണ്ട് വേണം കണ്ടത് എക്കണോമിക്
എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടോ? The economic order quantity is the number of units. Economic order quantity എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ്സിന്റെ നമ്പർ ആണ്. That a company should add to the inventory with each order to minimize the total cost of inventory. നമ്മ പർച്ചേസ് ചെയ്യണ ഓർഡറിന്റെ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റുകളുടെ എണ്ണത്തെയാണ് നമ്മ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഈ ഇപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഇൻവെന്ററിയിൽ നമ്മൾ ഏത് മെഡിസിൻ ആണ് വാങ്ങിച്ചത്, എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായ? ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇപ്പൊ നമ്മൊരു ഡ്രസ്സാണ് പർച്ചേസ് ചെയ്യുന്നത്, അത് എങ്ങനെയുള്ള ഡ്രസ്സാണ്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യണത്, അല്ലെങ്കിൽ ഏതൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര അളവിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പൊ ഫാർമസിയിൽ നമ്മൾ എന്തായിരുന്നു പർച്ചേസ് ചെയ്യണത്? മെഡിസിൻസ് ആയിരിക്കുമല്ലേ? അപ്പൊ ഏതൊക്കെ മെഡിസിൻസ് എത്ര ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് അതിന് ഇൻവെന്ററിയിൽ ഉണ്ടായിരിക്കും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ. ഈ ആ പോയിന്റ് ഒന്ന് നോക്കിയേ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു തോട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. എന്താണ് ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ എന്തുണ്ടാവും? ഈ മെഡിസിൻസിന്റെ ഒക്കെ നമ്പേഴ്സും ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ മരുന്നുകൾ ഓവർ സ്റ്റോക്ക് ആണോ? ഇപ്പൊ നമ്മ വീണ്ടും ആ മരുന്ന് നമ്മ ഓർഡർ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ CQ നോക്കിക്കഴിഞ്ഞാൽ, ഈ OQ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ മരുന്ന് ഓവർ സ്റ്റോക്ക് ആണോ അല്ലെങ്കിൽ സ്റ്റോക്ക് കുറവാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓർ തെഫ്റ്റ്, എന്തെങ്കിലും കളവ് മരുന്നുകളുടെ ഇതില്, ഈ നാർക്കോട്ടിക്സ് മരുന്ന് അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾക്ക് എന്തെങ്കിലും കളവ് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ OQ നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാക്കാൻ സാധിക്കും. ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ്. ഈ ഫാർമസിയിലെ ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അശ്വതി പറയാൻ പറ്റോ? അശ്വതി പറയാൻ പറ്റോ? ആർക്കെങ്കിലും പറയാൻ പറ്റോ ഫാർമസിയിലെ ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ എമർജൻസി കേസ് വരുമ്പോ അതിന് എന്തെങ്കിലും ആണോ? നമുക്ക് സ്റ്റോക്ക് തീർന്നു പോവുക, മരുന്ന് തീർന്നു പോവുക, നമ്മൾ ശ്രദ്ധിക്കാണ്ട് മരുന്ന് തീർന്നു. ഇപ്പൊ ഒരു പേഷ്യന്റ് പെട്ടെന്ന് എമർജൻസി ആണ്, ആ മരുന്നില്ലെങ്കിൽ അതൊരു ക്രിട്ടിക്കൽ ലെവൽ അല്ലേ? ഫാർമസിയിലെ ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറയുന്നത് മെഡിസിൻ തീർന്നു പോവുക, സ്റ്റോക്ക് തീർന്നു പോവുക എന്നുള്ളതാണ്. ഇപ്പൊ എന്ത് ചെയ്യാ? ആ മരുന്ന് തീർന്നു പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ? ഓർഡർ പ്ലേസ് ചെയ്യാ. നമ്മ മരുന്ന് തീരുന്നതിന് മുമ്പ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് മരുന്നുകളുടെ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാം. ക്ലിയർ ആയോ? അത് ക്ലിയർ ആണ്. In case of drugs imported, ample lead time to be given. ഇപ്പൊ ചില സമയത്ത് എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ചില മരുന്നുകള് പുറത്തുനിന്ന് വിദേശത്ത് നിന്നൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? മരുന്നുകൾ വരുത്തേണ്ടി വരും, വേണ്ടേ? അപ്പൊ അതിനെന്താണ് ആവശ്യമായ സമയം അനുവദിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മ പെട്ടെന്ന് ഒരു മരുന്ന് ആവശ്യമുണ്ട്, അതിനിപ്പൊ 1 മണിക്കൂറിന് മുമ്പ് കിട്ടണം, 1 മണിക്കൂറിനുള്ളിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ മരുന്ന് പോസിബിൾ ആണോ? അത് ആണോ? അല്ല. അപ്പൊ എന്താണ്? ഇമ്പോർട്ടഡ് ചെയ്യേണ്ട ഡ്രഗ്സിന് ആവശ്യമായ സമയം അനുവദിച്ചു കൊടുക്കുക. റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ് എന്താണ്? മരുന്നുകളുടെ റെസിപ്റ്റ്. ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി. എന്താണ്? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന, അതിന് ഓർഡർ കൊടുക്കുന്ന മരുന്നുകളുടെ എല്ലാം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് ചെക്ക് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം? വെയ്ഡ്, അതിന്റെ തൂക്കം, ബാച്ച് നമ്പർ. ഓരോ മെഡിസിനും ഓരോ ബാച്ച് നമ്പർ ഉണ്ടായിരിക്കും. ആ ബാച്ച് നമ്പർ സെയിം ആണെന്ന് ചെക്ക് ചെയ്യുക. ക്വാണ്ടിറ്റി, നമ്മ ഓർഡർ കൊടുത്ത
അത്രയും ക്വാണ്ടിറ്റി നമുക്ക് മെഡിസിൻസ് കിട്ടിയിട്ടുണ്ടോ നോക്കാം. ഡേറ്റ് ഓഫ് എക്സ്പയറി, മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ് നോക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണ മരുന്ന് നമ്മ കുറച്ച് പഴുത്തായിട്ട് ഒരു മെഡിസിൻ നമ്മൾ മേടിച്ചു. ആ മെഡിസിൻസിന്റെ എക്സ്പയറി ഡേറ്റ് 1 month ഉള്ളൂ. 1 month കഴിഞ്ഞാൽ ആ മെഡിസിന്റെ എക്സ്പയറി ഡേറ്റ് തീരും. അപ്പൊ നമുക്ക് ആ മരുന്ന് യൂസ്ഫുൾ ആകുമോ? ഇല്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. എന്താണ് വേഡ്, ബാച്ച് നമ്പർ. ഇപ്പൊ വേറെ നമ്മ ഓർഡർ കൊടുത്തത് വേറെ ബാച്ച് നമ്പർ ഉള്ള മെഡിസിൻ ആണ്, നമുക്ക് വന്നത് വേറെയാണ്. അത് ശരിയാവോ? ഇല്ല. അപ്പൊ നമുക്ക് കിട്ടിക്കഴിയുമ്പോ നമ്മളാണെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും ഷോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ നമ്മ ഓർഡർ കൊടുത്ത സാധനം തന്നെയാണോ നമുക്ക് കിട്ടുമ്പോ തന്നെ ചെക്ക് ചെയ്യില്ലേ? ചെക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് കിട്ടുമ്പോ തന്നെ മരുന്നുകൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ വേഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി ഇതെല്ലാം നോക്കുക. റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾസ് ഹാസ് ടു ബി sent to lab for quality testing. നമ്മ ഫസ്റ്റ് പറഞ്ഞ എന്താണ്, ഓരോ മരുന്നുകളുടെയും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, അതിന് വേണ്ടിയിട്ട് റാൻഡം സാമ്പിൾ, തുടർച്ചയായുള്ള മെഡിസിൻസ് എടുക്കരുത്, ഒന്നിച്ചാൽ നമ്മൾ അതിന്റെ ഇടയിൽ നിന്നൊക്കെ മരുന്നുകൾ എടുത്ത് കാണിട്ട് ലാബിലെ ക്വാളിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കാം. In case of any doubt of substandard, drug should be used only after lab test. നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നത്, നമുക്ക് കിട്ടിയ മരുന്നിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് കിട്ടിയ മരുന്നിന് എന്താണ് ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി കുറഞ്ഞതാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കുറഞ്ഞ മെഡിസിൻ ആണ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ലാബിലേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ആ മെഡിസിൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയത്? ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയതൊന്ന് 2 minute. The hospital must have a clear hospital formulary that may contain 250 to 300 drugs. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തുണ്ടായിരിക്കുക, ഒരു ക്ലിയർ ആയിട്ടുള്ള ഡ്രഗ് ലിസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുക. അതിലെ 250 മുതൽ 300 വരെ മെഡിസിൻസ് ഉൾപ്പെടുത്തുക. ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്കിംഗ് വരെ നമ്മുടെ മൈൻഡില് ഈ ഡ്രഗ്സിന്റെ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു കണക്കുണ്ടായിരിക്കുക. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു തോട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. എന്നാണ് ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്തങ്ങാട്ട് യൂസ് ചെയ്തങ്ങാട്ട് നമുക്ക് മരുന്നുകളുടെ ഓവർ സ്റ്റോക്കിങ്ങും കളവും തെഫ്റ്റ് ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ്. എന്തെങ്കിലും മരുന്നുകളുടെ ഓവർ സ്റ്റോക്ക് തീർന്നു പോയി കഴിയാനേക്ക് മുമ്പ് തന്നെ നമ്മ ഓർഡർ പ്ലേസ് ചെയ്യുക. ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടർ ആംബിൾ ടൈം ടു ബി ഗിവൺ. എന്തെങ്കിലും മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ സമയം കൊടുക്കുക. റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ്. ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ് വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി. നമ്മൾ റിസീവ് ചെയ്യണം, നമ്മൾ വാങ്ങുന്ന എല്ലാ മരുന്നുകളിലും ചെക്ക് ചെയ്യുക എന്തൊക്കെ വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി. Random samples of each batch samples has to be sent to lab for quality testing. നമ്മ വാങ്ങിക്കുന്ന മരുന്നുകളിന് റാൻഡം സാമ്പിൾസ് ഇടയിൽ നിന്നുള്ള സാമ്പിൾസ് എടുക്കുന്നതായിട്ട് ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് ലാബിലേക്ക് അയക്കുക. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ലാബ് ടെസ്റ്റ്. നമുക്ക് റിസീവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച മരുന്നുകൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കുറവാണ്, അങ്ങനെ നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ലാബില് ടെസ്റ്റിങ്ങിന് അയച്ച് റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ ആയത്? ക്ലിയർ ആയി മാം. ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റർ. ഹോസ്പിറ്റൽ ഫാർമസിയിലെ എന്തൊക്കെ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുകയെന്ന് പറയാമോ ഒന്ന്? എന്തൊക്കെ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും ഒരു ഹോസ്പിറ്റൽ ഫാർമസിയില്?
മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാവണം. ആ മരുന്നുകളുടെ ലിസ്റ്റ്. അതാണ് നമ്മൾ ഹോസ്പിറ്റൽ ഫോർമുലറി. എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തിയ ഒരു ഇതുണ്ടായിരിക്കും. സ്റ്റോക്കിന്റെ രജിസ്റ്റർ. സ്റ്റോക്ക് ലെഡ്ജർ അല്ലെങ്കിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് റെക്കോർഡോ റെസിപ്റ്റ് വൗച്ചർ ഉണ്ടായിരിക്കും. പ്രിസ്ക്രിപ്ഷൻ വൗച്ചർ. എന്താണ് പ്രിസ്ക്രിപ്ഷൻ? ഡിസ്ക്രിപ്ഷൻ. ഓക്കെ. പിന്നെ നോക്കാം നമുക്ക്. സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. ഓരോ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിന്റെ പല മെഡിസിൻസ് ഉണ്ടാവും അല്ലേ? ആ ഓരോ മെഡിസിൻസിന്റെയും സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ടായിരിക്കുക. ആ മരുന്ന് ഇത്ര സ്റ്റോക്ക് ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ടായിരിക്കും. ഇന്റന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ നമ്മൾ ഇന്റന്റ് പറഞ്ഞു. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് കണ്ടിട്ടില്ലേ? ഇപ്പൊ റെക്കോർഡ് ബുക്ക്, ലെഡ്ജർ ബുക്ക് പോലെ ഒരു റെക്കോർഡ് പോലെ സൂക്ഷിക്കാന്നുള്ളതിനെ പറയാം ലെഡ്ജർ. ഇന്റന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ എന്താണ്? ഇന്റന്റ് നമ്മൾ പറഞ്ഞു ഒരു ഫാർമസിയില് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ എന്താണ് മെഡിസിൻസ് ഓർഡർ ചെയ്യാനുള്ള അല്ലെങ്കിൽ വിതരണത്തിനുള്ള ഒരു ഓർഡറിന് പറയുന്നതാണ്. ഒരു ഔദ്യോഗിക ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഓർഡറിന് പറയുന്നതാണ് ഇന്റന്റ്. ആൻഡ് റെസിപ്റ്റ് വൗച്ചർ നമ്മൾ മരുന്നുകൾ കൊടുക്കുമ്പോഴുള്ള റെസിപ്റ്റ് ഒക്കെ കൊടുക്കൂല, അങ്ങനെയുള്ള ഒരു വൗച്ചർ ഉണ്ടായിരിക്കാം. ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ പറഞ്ഞ എന്താണ് ഓരോ മെഡിസിൻസ് എന്ത് ചെയ്യണം, ഫാർമസിയിൽ എന്ത് ചെയ്യണം, ഇൻസ്പെക്ഷൻ നടത്തണം ഇല്ലേ? ഓരോ മരുന്നുകളും എത്ര സ്റ്റോക്ക് ഉണ്ട്, ആ മരുന്ന് സ്റ്റോക്ക് തീരാറായോ, അല്ലെങ്കിൽ ആ മരുന്നിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ആ മരുന്ന് കഴിച്ചതുകൊണ്ട് എന്തെങ്കിലും റിയാക്ഷൻ, അങ്ങനെ ഒരുപാട് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു ഡ്രഗ് ഇൻസ്പെക്ഷന്റെ റെക്കോർഡ് വേണം. ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്. ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമ്മ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കില്ലേ, അതിനെ പറയുന്നതാണ് ഇൻഡെക്സ് രജിസ്റ്റർ. ബിൻ കാർഡ്സ് എന്ന് പറയുന്നത് താഴെ കിടക്കുന്നുണ്ട്, നോക്കിയേ. ഈ ബിൻ കാർഡില് നമ്മ പർച്ചേസ് ചെയ്യണത് ഇപ്പൊ ഒരു മെഡിസിൻസ് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ഓർഡർ കൊടുത്ത് അപ്പൊ നമ്മ എത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്ത് അത് കൊടുക്കും, ആദ്യം ഡേറ്റ് കൊടുക്കും, പിന്നെ എത്ര ക്വാണ്ടിറ്റി മെഡിസിൻ ആണ് നമ്മൾ റിസീവ് ചെയ്തത്, പിന്നെ ക്വാണ്ടിറ്റി ഇഷ്യൂഡ് എത്ര. നമുക്ക് വാങ്ങിക്കുന്ന എല്ലാ മെഡിസിനും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഫാർമസിയിൽ വെക്കോ, കുറച്ച് മെഡിസിൻ നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കൽ സ്റ്റോറിൽ നമ്മുടെ സ്റ്റോറിൽ നമ്മ സൂക്ഷിക്കില്ലേ ഇല്ലേ? എത്ര മരുന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്, ഫാർമസിയില് വിതരണത്തിന് എത്ര മരുന്ന് ഇഷ്യൂ ചെയ്ത് അത് ഇവിടെ കൊടുക്കും. പിന്നെ ബാലൻസ് നമ്മ റിസീവ് ചെയ്തതും ഇഷ്യൂ ചെയ്തതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും, ബാലൻസ് അത് ഇവിടെ കൊടുക്കുക. എന്തെങ്കിലും റിമാർക്സ് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. ഇതാണ് ബിൻ കാർഡ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. എന്താണ് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ? ഓരോ മരുന്നിനും ഓരോ എക്സ്പയറി ഉണ്ട് ഇല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മ ഓരോ മരുന്നുകൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും. അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ടെങ്കിൽ നമുക്ക് ബാഡായിട്ട് ഇഫക്ട് ചെയ്യണ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവും, ബാഡായിട്ട് നമുക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള മരുന്നുകളുടെ ഒരു റെക്കോർഡ്. ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. എന്താണ് നമുക്ക് മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്ന, അവരെത്ര യൂണിറ്റ് മരുന്ന് നമുക്ക് തന്നു, എത്ര മരുന്ന് തന്നു, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്ന ഒരു റെക്കോർഡ്. ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചർ. എന്താണ് നമുക്ക് ഫാർമസിയിലെ മരുന്നുകൾ ഓർഡർ ചെയ്യുമ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള എന്താണ് പണമിടപാട് നടത്തണ്ടേ? അപ്പൊ അതിനെന്ത് വേണം, ഒരു വൗച്ചർ വേണ്ടേ? അതാണ് ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചർ.
ഡിനൗൺസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾ ആൻഡ് കൺസ്യൂമബിൾസ് എന്താണ്? നമ്മ ഉപയോഗിക്കാൻ പാടുള്ളതും ഉപയോഗിക്കാൻ പാടില്ലാത്തതുമായ മെഡിസിൻസിനെ കുറിച്ച് എഴുതിയേക്കുന്ന ഒരു റെക്കോർഡ്. ഇപ്പൊ ചില മരുന്നുകൾ ഇപ്പൊ എന്താണ് എന്തെങ്കിലും രോഗിക്ക് പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് ബാഡായിട്ടാണ് എഫക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മ എന്ത് ചെയ്യും? നമ്മ അത് ആ മരുന്ന് വിപണിയിൽ നിർത്തലാക്കും, ഇല്ലേ? അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു റെക്കോർഡ്. ഉപയോഗിക്കാൻ പാടുള്ളതും പാടില്ലാത്തതുമായ ഡ്രഗ്സുകളുടെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്ന. Ma'am, what is denunciation? ഡിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, രേഖപ്പെടുത്തുക. Okay, ma'am. ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ് എന്ന് വെച്ചാല് നമുക്ക് ഒരു ഫാർമസിയിൽ ഒരു വർഷത്തേക്ക് ഇത്ര മെഡിസിൻസ് വേണ്ടി വരും, ഉപയോഗത്തിനായി ആവശ്യം വരും. അതിനുള്ള ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്, എത്ര മരുന്ന് അവര് വാങ്ങിച്ചു എന്നതിനെ കുറിച്ച് കാണിക്കുന്ന ഒരു റെക്കോർഡ്. ഹോസ്പിറ്റൽ ഫോർമുലറി, ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ്, ഏതൊക്കെ മരുന്നുകളാണ് ആ ഹോസ്പിറ്റലിലുള്ളത്, അതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി. പിന്നെ ആന്റിബയോട്ടിക് പോളിസി. ഈ ആന്റിബയോട്ടിക് പോളിസി എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ രോഗപ്രതിരോധത്തിനും അതിന്റെ ചികിത്സയൊക്കെ ഈ ആന്റിബയോട്ടിക് പോളിസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ പേഷ്യൻസിന് പുതിയ പോളിസീസ് കൊണ്ടുവരാം. അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ, ചില ഏരിയകളിൽ ചില പകർച്ചവ്യാധികൾ ഒക്കെ പിടിപെടൂലേ, അപ്പൊ അവർക്കുള്ള ട്രീറ്റ്മെന്റുകള്, ചികിത്സകള് നടത്താം. പിന്നെ ഇപ്പൊ നമുക്ക് മൈക്രോ ഓർഗാനിസംസുമായി ബന്ധപ്പെട്ട അസുഖങ്ങള്, ഡിസീസസ് ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ന്യൂസിൽ കാണുന്നുണ്ട്. കണ്ടിരുന്നല്ലോ ആരെങ്കിലും ഈ മഴവെള്ളത്തില് അല്ലെങ്കിൽ ഈ ചെളിവെള്ളത്തിലൊക്കെ കളിച്ചു കഴിഞ്ഞാല് അമീബി ഇല്ലേ, കണ്ടിരുന്നോ? അപ്പൊ അങ്ങനെയുള്ള ഈ മൈക്രോ ഓർഗാനിസംസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളോ ഡിസീസസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ എല്ലാം ചെയ്യുന്നതാരാണ്? ഈ ആന്റിബയോട്ടിക് പോളിസിയുടെ കീഴിലാണ്. ഓക്കെ, Okay, ma'am. ഒന്ന് വായിച്ചു നോക്കിയേ. റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. ബിഡ് കാർഡ് ഒന്ന് പറഞ്ഞു തരാമോ? എന്താണ് ബിഡ് കാർഡ് ഒന്ന് പറഞ്ഞു തരാമോ? ബിഡ് കാർഡ്സ് എന്ന് പറഞ്ഞാല് ഒരു റെസിപ്റ്റ് പോലെ അതേ താഴെ കടത്തിരിക്കണ്ടെങ്കിലേ അത് അവരുടെ ആ ഫാർമസിയിലെ ആളുകൾക്ക് ആ മരുന്നിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മ ഒരു മരുന്ന്, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണേ കേട്ടാ. ഒരു പാരസെറ്റാമോൾ അല്ലെങ്കിൽ ആസ്പിരിൻ എന്ന് പറഞ്ഞ ഗുളിക അവർ ഓർഡർ ചെയ്തു. അവര് 500 മരുന്ന് ഓർഡർ ചെയ്ത് അപ്പൊ അവർക്ക് ഇന്ന് 2-ാം തീയതി ആ മരുന്ന് കിട്ടി. എത്ര മരുന്ന് അവർക്ക് കിട്ടണേ? ഓർഡർ ക്വാളിറ്റി റിസീവ്ഡ് 500 മരുന്ന് കിട്ടി. പിന്നെ ക്വാണ്ടിറ്റി ഇഷ്യൂഡ്, അവര് 500 മരുന്ന് കിട്ടിയാൽ അവരെത്ര 300 മരുന്ന് മാത്രം ചിലപ്പോ അവരെന്തിനാ ഫാർമസിയില് മരുന്നിന് വിതരണത്തിന് കൊടുക്കുള്ളൂ. ബാലൻസ് എത്ര മരുന്ന് ഉണ്ടാവും? 200 മരുന്ന് അല്ലേ? റിമാർക്സ് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതാം, അത്രേ ഉള്ളൂ. അത് അവരുടെ അറിവിന് വേണ്ടിയിട്ട് എത്ര മരുന്ന്, ഇനി എത്ര സ്റ്റോക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡ്. ഓക്കെ, ക്ലിയർ ആയത്? Yes, ma'am. Stock ledger, indent and receipt voucher, expiry date, index register and bin cards, drug inspection report, expiry date register, adverse reaction report, file of correspondence with suppliers and units, ledger account for remittance of voucher, denunciation. അതൊന്ന് പറയാവോ? Oh, ലെഡ്ജർ അക്കൗണ്ട് അതൊന്ന് പറയാവോ?
ലെഡ്ജർ അക്കൗണ്ട് നമുക്ക് പല വൗച്ചേഴ്സ്, ഇപ്പൊ സാലറി വൗച്ചർ ഉണ്ട്, ഫുഡ് വൗച്ചർ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ ഓരോ സ്പെസിഫിക് കാര്യത്തിന് നമ്മൾ ഓരോ വൗച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ പർച്ചേസ് ചെയ്യണം, ഇപ്പൊ ഓരോ ഓർഡർ അവർക്ക് കൊടുക്കണം, അപ്പൊ അതിന് പൈസ അടക്കണ്ടേ? അങ്ങനെയുള്ള പേയ്മെന്റുമായി ബന്ധപ്പെട്ട, പണം അടക്കുന്നതിനുമായി ബന്ധപ്പെട്ട വൗച്ചേഴ്സ്. പണമിടപാട് നടത്തില്ലേ? ഓക്കെ മാം. ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്, ഒരു വർഷം അവർ എത്ര മരുന്ന് സ്റ്റോക്ക് ചെയ്ത് എന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയ റെക്കോർഡ്. ഹോസ്പിറ്റൽ ഫോർമുലറി, ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരം ഡ്രഗ് ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ലിസ്റ്റ്. ആന്റിബയോട്ടിക് പോളിസി. ഓക്കെ, ക്ലിയർ ആയത്? Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. പിന്നെന്താണ്, നമുക്ക് മരുന്നുകൾ ഏതൊക്കെ തരം മരുന്നുകളായിരിക്കും ഫാർമസിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? പറയാമോ? ഏതൊക്കെ തരം മരുന്നുകളായിരിക്കും ഫാർമസിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? ഒരാൾ പറ. ആന്റിബയോട്ടിക്, ആന്റിബയോട്ടിക്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ക്ലിയർ ആയില്ല? നാർക്കോട്ടിക് ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, പിന്നെ ഇൻസുലിൻ പോലുള്ള ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മരുന്നുകൾ. കോൾഡ് സ്റ്റോറേജ്, അങ്ങനെ പറയുന്നതാണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ജനറൽ ഡ്രഗ്സ്, സാധാരണ സൂക്ഷിക്കുന്ന മരുന്നുകൾ. നമ്മൾ സാധാ കബോർഡുകളിലും ക്യാബിനറ്റുകളിലൊക്കെ സാധാ സൂക്ഷിക്കുന്ന മരുന്നുകൾ, ജനറൽ മെഡിസിൻസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ തരം ഡ്രഗ്സ് ആണ്, മരുന്നുകളാണ് നമ്മ ഫാർമസിയിൽ സൂക്ഷിക്കുന്നത്? നാർക്കോട്ടിക് ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് നമ്മ ഫ്രിഡ്ജിലോ റെഫ്രിജറേറ്ററിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫ്രീസറിലോ സൂക്ഷിക്കുന്ന മരുന്നുകൾ, അതാണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. പിന്നെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, അത് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് ചില മെഡിസിൻസ് നമ്മ ഈ ഹാർട്ടിന് ബ്ലോക്ക് ഒക്കെ വരില്ലേ, അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്ന അപ്പൊ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഈ ആസ്പിരിൻ അങ്ങനെയുള്ള മരുന്നുകൾ എന്താണ്? ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. ഈ മരുന്നുകളിൽ ചില മരുന്നുകളിൽ ഉണ്ടാവുന്ന കെമിക്കൽസ് എന്തെങ്കിലും സ്പാർക്കിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ സ്പിരിറ്റ് ഗ്യാസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിക്കുമ്പോൾ എന്തെങ്കിലും സ്പാർക്കിങ് വന്നു കഴിഞ്ഞാൽ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസിന്റെ പ്രവർത്തനം കൊണ്ട്. അങ്ങനെയുള്ള മരുന്നുകൾ പറയണാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. പിന്നെന്താണ്? ജനറൽ ഡ്രഗ്സ്, സാധാരണയുള്ള മെഡിസിൻസ്. ഏതൊക്കെ തരം മരുന്നുകളാണുള്ളത്? ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ആൻഡ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. മനസ്സിലായോ? Yes, ma'am. ഓക്കെ. ഫസ്റ്റ് ജനറൽ ഡ്രഗ്സ്. ജനറൽ ഡ്രഗ്സിനെ കുറിച്ച് പഠിക്കാം. Drugs should be organized alphabetically in the cabinet. എങ്ങനെയായിരിക്കും ഈ ജനറൽ മെഡിസിൻസ് സൂക്ഷിക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്? ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും. എന്തായിരിക്കും അവിടെയുള്ള ഫാർമസിസ്റ്റിനൊക്കെ എളുപ്പത്തിന് എടുക്കാനൊക്കെ പറ്റും ഇല്ലേ? നമ്മ ആ ഒരു എല്ലാ കാര്യങ്ങളും ഒരു അടുക്കും ചിട്ടയോടെ ഒരു ഓർഡറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ മെഡിസിൻസ് എടുക്കാൻ പറ്റില്ലേ? പിൻ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. ഈ പിൻ കാർഡ് വെച്ചിങ്ങാട്ട് ആ മെഡിസിന്റെ സ്റ്റോക്ക് പൊസിഷൻ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പിൻ കാർഡില് പറഞ്ഞില്ലേ എത്ര ക്വാണ്ടിറ്റി അവർ റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര ക്വാണ്ടിറ്റി
അവര് ഡിസ്പെൻസ് ചെയ്യാനായിട്ട് വിതരണത്തിന് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബാലൻസ് എത്രയുണ്ട് അപ്പൊ അതിൽ നോക്കി ആ ബിൻ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഇനി ആ മരുന്ന് ആ മെഡിസിൻ ഇപ്പൊ അങ്ങനെയുള്ള മരുന്നുകള് ആസ്പിരിനോ അതല്ലെങ്കിൽ പാരസെറ്റാമോള് അല്ലെങ്കിൽ പെൻഡാസിഡ് അങ്ങനെയുള്ള മരുന്നുകൾ ഏതെങ്കിലും മരുന്ന് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുന്നു ഈ ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ. ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക്. എന്താണ് അതെല്ലാവർക്കും കണ്ടിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ടാ? അതും തന്ത്രം കണ്ടിട്ടുണ്ടാ? ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിയാറായ പ്രോഡക്ട്സ് മറ്റേത് എന്ത് ചെയ്യും? ബാങ്കിലേക്ക് നീക്കി വെക്കും. ഇതിന്റെയൊക്കെ ബാക്കിലായിട്ടായിരിക്കും വെക്കുക അല്ലേ? അതെ, മറ്റേത് ഓഫർ 50% ഡിസ്കൗണ്ടിലൊക്കെ ഇട്ടേക്കും. എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഡക്റ്റ് അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഡിസ്പോസ് ചെയ്യുന്നേ ഉള്ളൂ അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഈ മരുന്നുകളും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വിൽക്കാൻ പറ്റുമോ? അത് ഡിസ്പോസ് ചെയ്ത് കളയണം. ആ എക്സ്പയറി ഡേറ്റ് കഴിയാറായ മരുന്നുകൾ അത് ഫസ്റ്റ് വെച്ചിട്ട് ബാക്കിലായിട്ട് എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകള് ബാക്കിൽ വെക്കാം. അപ്പൊ എന്താ പെട്ടെന്ന് അവർക്ക് ആ മരുന്നുകൾ എടുത്ത് സപ്ലൈ ചെയ്യാൻ പറ്റും. FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ ടു ബി ഫോളോഡ്. അതാർക്കെങ്കിലും പറയാമോ എന്താണെന്ന് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്? ആദ്യം സ്റ്റോക്ക് ചെയ്ത് വെച്ച മെഡിസിൻസ് പെട്ടെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് പറ്റും? അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു അല്ലെ? അപ്പൊ അതുകൊണ്ട് ആദ്യം പർച്ചേസ് ചെയ്ത ആദ്യം ഓർഡർ എടുത്ത മെഡിസിൻസ് ആദ്യം വിൽക്കുക, ആദ്യം വിതരണം ചെയ്യുക. The drugs should be used before the date of expiry. മരുന്ന് എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് ഉപയോഗിക്കുക, യൂസ് ചെയ്യുക. എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ റൂൾ. എന്ത് ചെയ്യാം? ഓരോ ഹോസ്പിറ്റലിനും ഓരോ റൂൾസ് ഉണ്ടാവും. നമ്മുടെ മരുന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഓരോ റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനനുസൃതമായിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള് ഡിസ്പോസ് ചെയ്യാൻ. ആ ഹോസ്പിറ്റലിന്റെ റൂളിനനുസരിച്ച് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള് ഡിസ്പോസ് ചെയ്യുക. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയൊന്ന്. Yes, ma'am. വായിച്ചു നോക്കിയ ജസ്റ്റ് ആ പോയിന്റ്സ്, 6 പോയിന്റ്സ്. Drug should be organized alphabetically in the cabinet. Bin card depicting stock position. Bin card എന്ത് ചെയ്യും? നമുക്ക് സ്റ്റോക്ക് പൊസിഷൻ അറിയാനായിട്ട് സഹായിക്കുന്നു. ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക്. ഷോർട്ട് എക്സ്പയറി ഡേറ്റ് കുറവുള്ള മരുന്ന് ഫ്രണ്ടിൽ വെക്കുക, എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകൾ ബാക്കിലായിട്ട് അറേഞ്ച് ചെയ്യുക. FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ ടു ബി ഫോളോഡ്. എന്താണ്? ഫസ്റ്റ് പർച്ചേസ് ചെയ്ത മരുന്ന് ഫസ്റ്റ് സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് തീർന്നു പോകും. The drugs should be used before the date of expiry. എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് മരുന്നുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ വിപണനം ചെയ്യുക. എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ റൂൾ. അവിടുത്തെ നിയമത്തിനനുസൃതമായി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഡിസ്പോസ് ചെയ്യുക. നെക്സ്റ്റ്, നാർക്കോട്ടിക് ഡ്രഗ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പെയിൻ കില്ലേഴ്സ്, പെയിന് കഴിക്കുന്നത് അല്ലെങ്കിൽ സെഡേഷന് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതിനൊക്കെയാണ് നമ്മൾ നാർക്കോട്ടിക് മെഡിസിൻസ്, നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം? ഫ്രിഡ്ജിൽ വെക്കണം. സ്പെഷ്യൽ ആയിട്ട് എന്ന് വെച്ചാൽ മറ്റുള്ള സാധാരണ നോർമൽ മെഡിസിൻസ്, ജനറൽ മെഡിസിൻസ് മാറ്റി
അതിന്റെ കൂടെ വെക്കാതെ മാറ്റി വെക്കണം. ലോക്ക് ചെയ്തൊക്കെ സൂക്ഷിക്കുക. ഈ നമ്മ സിനിമകളിൽ അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടില്ലേ, ഈ നാർക്കോട്ടിക്സ് മെഡിസിൻസ് എന്തായിട്ട് മയക്കുമരുന്ന് അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നല്ല കെയർഫുൾ ആയിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? There should be different special organization for narcotic drugs like morphine, pethidine, barbiturates. എന്ന് വെച്ചാല് സാധാരണ ജനറൽ മെഡിസിൻസ് കൈകാര്യം ചെയ്യുന്നിടത്തല്ലാണ്ട് ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള വിഭാഗം ഉണ്ടായിരിക്കുക. ഈ ഏതൊക്കെ മരുന്നാണ്? മോർഫിൻ, പെത്തഡിൻ, ബാർബിറ്റുറൈറ്റ്സ് എന്ന് വെച്ചാൽ നാർക്കോട്ടിക് മെഡിസിൻസ്. ഈ മോർഫിനും പെത്തഡിനും പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ്. വേദനകളില്ലാതെ വേദന സംഹാരികൾ. ഈ ബാർബിറ്റുറൈറ്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ സെഡേഷൻ ഒക്കെ യൂസ് ചെയ്യില്ലേ ഉറക്കത്തിന് വേണ്ടിയിട്ട്, ആ മെഡിസിൻ ആണ് ബാർബിറ്റുറൈറ്റ്സ്. ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ. പ്രിസൈസ് റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. എന്താണ് ഇങ്ങനെയുള്ള മെഡിസിൻസിന് കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കാന്ന്. എല്ലാ മെഡിസിനുകളുടെ ഒപ്പം അല്ലാണ്ട് പ്രത്യേകിച്ച് ഈ നാർക്കോട്ടിക് മെഡിസിൻസ് അപ്പൊ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഈ മരുന്ന് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ. എന്തെങ്കിലും കളവോ അങ്ങനെ എന്തെങ്കിലും ഇത് വരാതിരിക്കാനായിട്ട് ഇവർക്ക് തടയാൻ സാധിക്കും. ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. വേണ്ട, ഇത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഇത് എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ ലോക്ക് ചെയ്ത്, പ്രത്യേകിച്ച് ലോക്ക് ചെയ്ത ക്യാബിനറ്റിലോ കബോർഡുകളിലോ സേഫ് ആയിട്ട് സൂക്ഷിക്കുക. ക്ലിയർ ആയത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ 3 പോയിന്റ്. മാം, ഈ നർക്കോട്ടിക്സ് ഡ്രഗ്സിനെ പറ്റി ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻ കില്ലേഴ്സ്, പെയിൻ റിലീഫിനൊക്കെ വേണ്ടി ഉപയോഗിക്കൂലേ, അല്ലെങ്കിൽ സെഡേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതൊക്കെയാണ് നാർക്കോട്ടിക്സ്. ഈ നാർക്കോട്ടിക്സ് മരുന്നുകൾ നമ്മ സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് കൈകാര്യം ചെയ്യണം. ഈ ജനറൽ മെഡിസിന്റെ കൂടി ഒന്നും സൂക്ഷിക്കാണ്ട്. എന്ന് വെച്ചാൽ ഈ നാർക്കോട്ടിക് മെഡിസിൻസ് വല്ല മയക്കുമരുന്ന് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉപയോഗിക്കാൻ ചാൻസസ് കൂടുതലുള്ള മരുന്നുകളാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവയ്ക്ക് സെപ്പറേറ്റ് നല്ല സെക്യൂർഡ് ആയിട്ട് ഈ മരുന്നുകൾ സൂക്ഷിക്കുക. There should be different special organization for narcotic drugs like morphine, pethidine, barbiturates. എന്താണ് മറ്റേ നാർക്കോട്ടിക്സ് മെഡിസിന് സ്പെഷ്യൽ ഓർഗനൈസേഷൻ, സ്പെഷ്യൽ സംഘടനകൾ എന്ന് വേറെ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് സെപ്പറേറ്റ് ഡിഫറെന്റ് ആയിട്ട് സെക്ഷനിൽ സൂക്ഷിക്കുക. ഏതൊക്കെ മരുന്നുകളാണ്? മോർഫിൻ, പെത്തഡിൻ, ബാർബിറ്റുറൈറ്റ്സ്. പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. കൃത്യമായ ഈ നാർക്കോട്ടിക് മെഡിസിൻസിന് എന്ത് ചെയ്യണം? കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കുക. എന്തെങ്കിലും കളവോ എന്തെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഇത് കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കുക. ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എന്താണ് ഈ മരുന്നുകള് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ ക്യാബിനറ്റിലോ അല്ലെങ്കിൽ കബോർഡുകളിലോ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയ പോയിന്റ്? നെക്സ്റ്റ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. പറഞ്ഞ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിന്റെ ഇതുകൊണ്ട് നമുക്ക് ചിലപ്പോ ഈ സ്പാർക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? തീ പിടിക്കും. മനസ്സിലായോ? അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലിന്റെ റിയാക്ഷൻ കൊണ്ടാണത്. ഓക്കെ മിസ്, മനസ്സിലായി. അതുകൊണ്ടാണ് അതിന് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ വീട്ടിലെ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ, അപ്പൊ നമ്മൾ എന്ത് അതിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് വെന്റിലേഷന് ഇല്ലേ, അങ്ങനെയൊക്കെ കൊടുത്തിട്ടില്ലേ നമ്മ? അതെ മിസ്. അതേപോലെ ഈ ഡ്രഗ്സ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെന്റിലേഷനും എന്ന് വെച്ചാൽ തീ പിടിക്കാതിരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാം. നമുക്ക് നോക്കാം. ഓക്കെ,
different enclosure to be made for easily kindled things like spirit, gases and chemicals. And ഈ സ്പിരിറ്റ്, ഗ്യാസസ്, കെമിക്കൽസ് എന്നിവയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഈ മരുന്നുകൾ സൂക്ഷിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഇവ തമ്മിൽ റിയാക്ഷൻ സംഭവിച്ച് തീയൊക്കെ പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ മരുന്നുകൾ ഇതൊന്നുമില്ലാത്ത സെപ്പറേറ്റ് ഏരിയയില് സൂക്ഷിക്കുക. സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. നമ്മ തീ പിടിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെന്റിലേഷനും തീപിടുത്തം തടയാനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സൂക്ഷിക്കില്ലേ? അതെ മിസ്. അതന്നെ, സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ആ റൂമിൽ ഈ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് സഫിഷ്യന്റ് വെന്റിലേഷനും ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുക. എക്സ്ഹോസ്റ്റ് ഫാൻ ഫോർ എയർ ടു പാസ് ത്രൂ. എയർ പോവാനായിട്ട് എക്സ്ഹോസ്റ്റ് ഫാൻ ഉണ്ടായിരിക്കുക. എന്തൊക്കെയാണ്? ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് ഫോർ ഈസിലി കൈൻഡിൽഡ് തിങ്സ്. അത് ഹാൻഡിൽഡ് തിങ്സ് ലൈക്ക് സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ്. സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് എന്നിവയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കാതെ വേറെ സെപ്പറേറ്റ് സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. ഈ ആസ്പിരിൻ എന്ന് പറഞ്ഞ ഗുളികില്ലേ, മിസ് ഇപ്പൊ പറഞ്ഞത് കേട്ടിരുന്നോ? ആസ്പിരിൻ കേട്ടിരുന്നു. ആ മരുന്നൊക്കെ ഈ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. നമ്മ ഈ ബ്ലഡ് കോട്ട് ചെയ്യാതിരിക്കാനൊക്കെ കഴിക്കുന്ന ഗുളികില്ലേ, ഈ അറ്റാക്ക് വന്നവർ കട്ട പിടിക്കാതിരിക്കാൻ. കട്ട പിടിക്കാതിരിക്കാൻ, അറ്റാക്ക് വന്നവർക്ക് ഐക്കോസ്പിരിന്, അങ്ങനെയുള്ള ഗുളികകളൊക്കെ ഈ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്താണ്? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് ഫ്രിഡ്ജിലോ അതല്ലെങ്കിൽ ഫ്രീസറിലോ സൂക്ഷിക്കേണ്ട മരുന്നുകൾ. ഇൻസുലിന്, ഹോർമോൺസ്, വാക്സിൻസ്, ഇതൊക്കെ എന്താണ്? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ആണ്. Drugs such as antibiotics, vitamins, liver extracts should be stored cold room between 15% ആയിരിക്കും കേട്ടാ, സെൽഷ്യസ് ആയിരിക്കും കേട്ടാ, 15 to 20 സെൽഷ്യസ്. ഓക്കെ. എന്താണ്? ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാസ്. ലിവർ എക്സ്ട്രാസ് എന്ന് പറഞ്ഞാൽ കരൾസത്ത് എന്ന് പറയും. ഇത് ഉപയോഗിച്ചിങ്ങാണ്ട് എന്താണ് നമുക്ക് ഈ ഇരുമ്പിനൊക്കെ അയോണിന്റെ സിറപ്പൊക്കെ ഇല്ലേ, ഇരുമ്പ് സത്ത് കൂട്ടാനായിട്ട് പിള്ളേർക്ക് വിശപ്പുണ്ടാകും. ലിവർ എക്സ്ട്രാക്ട് മനസ്സിലായില്ല. ലിവർ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരൾസത്താണ്. ഇതില് ഒരുപാട് ഇരുമ്പ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇരുമ്പുകളും ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ അയേണൊക്കെ കുറവുള്ളവർക്ക് കൊടുക്കൂലേ, അയേൺ ടാബ്ലറ്റ്സ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള സിറപ്പുകളൊക്കെ കൊടുക്കൂലേ, അതിലൊക്കെ ഈ ലിവർ എക്സ്ട്രാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രഗ്നന്റ് വുമൻസിനൊക്കെ കൊടുക്കുന്നല്ലേ? പിന്നെ ഈ കൊച്ചു പിള്ളേർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള മെഡിസിൻസ് അതൊക്കെ എവിടെ സൂക്ഷിക്കുക? 15 മുതൽ 20 ഡിഗ്രി വരെ സെൽഷ്യസിൽ തണുപ്പുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. അത്രയും ഡിഗ്രി സെൽഷ്യസിലായിരിക്കും സൂക്ഷിക്കേണ്ടത്. The room should be air conditioned with the temperature control facility. ആ റൂമിലെ എന്താ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് AC ഉണ്ടായിരിക്കും, എയർ കണ്ടീഷൻ ചെയ്തിരിക്കുക. Drugs like vaccines, serum, hormones, etc. have to be stored at 2 to 8 Celsius in deep freezers or walk-in cooler. വാക്സിന്, സെറ, ഹോർമോൺസ് ഒക്കെ 2 മുതൽ 8 ഡിഗ്രി വരെ സെൽഷ്യസില തണുപ്പുള്ള സ്ഥലത്ത് ഡീപ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക. ഈ വാക്കിൻ കൂളർ എന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കൂളർ കണ്ടിട്ടുണ്ടോ? വാക്യൂം കൂളർ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഈ വാക്സിന് അല്ലെങ്കിൽ നമുക്ക് പോളിയോ ഒക്കെ കൊണ്ടുവരുമ്പോ അവരൊരു ചെറിയ ഒരു ബാഗ്, ഒരു കണക്കുള്ള സംഭവം ചെയ്തുകൊണ്ടുപോകാനായിട്ട് അവർക്ക്
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓക്കെ. ഈ അവയവങ്ങളൊക്കെ ഇമ്പോർട്ട് ഒക്കെ ചെയ്യുന്ന അല്ലേ? അതാണ്. ഓക്കെ ഓക്കെ. അതാണ് വാക്യൂം കൂളർ. അങ്ങനെയുള്ള അതിലിപ്പോ പേഷ്യന്റിന് ഇപ്പൊ അവിടെ തന്നെ കൊടുക്കാൻ പറ്റില്ല, വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ ആ മെഡിസിൻ എന്ത് ചെയ്യണം? ഡീപ് ഫ്രീസറിലായിരിക്കും സൂക്ഷിക്കേണ്ടത്. ഈ ഹോർമോൺസും വാക്സിനും ഒക്കെ. അപ്പൊ അവർക്ക് ക്യാരി ചെയ്യാനായിട്ട് നല്ലോണം ഡീപ് ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എക്യുപ്മെന്റ്, അതാണ് വാക്യൂം കൂളർ. Drug like vaccines, sera, hormones, etc. have to be stored at 2 to 8 degrees Celsius in deep freezer or vacuum cooler. Next, temperature exhibiting through dial thermometer and temperature charting. എന്ത് ചെയ്യാം? ഈ കോൾഡ് സ്റ്റോറേജ് ഏരിയയിലെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ട് ഡയൽ തെർമോമീറ്ററോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരിക്കാം. എന്താണ് അവിടുത്തെ ചൂട് വരാൻ പാടുണ്ടോ? ആ റൂം എപ്പോഴും എന്താണ്? കൂളിംഗ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള ഡയൽ തെർമോമീറ്ററോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിങ്ങോ ഉണ്ടായിരിക്കുക. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? ഹോസ്പിറ്റൽ ഫാർമസിയില് ഏതൊക്കെ ടൈപ്സ് മെഡിസിൻസ് ആണ് സൂക്ഷിക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്? നാർക്കോട്ടിക് ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്, ജനറൽ ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. അപ്പൊ ജസ്റ്റ് ചോദിക്കാണ്, എക്സാമ്പിൾ ഓഫ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്ത് എഴുതുന്നു? ചോദിക്കില്ല, നിങ്ങൾക്ക് ഇതിന്നുള്ളതാ ചോദിക്കുള്ളൂ. ജസ്റ്റ് ക്ലാസ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചോ എന്നറിയാൻ ഞാൻ ചോദിച്ചതാ. ഓക്കെ. General drugs. Drugs should be organized alphabetically in the cabinet. ഒന്നും പറയണ്ടല്ലോ, ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി ഈ സെക്ഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ 4 ഭാഗത്തൊന്നും 4 ഡ്രഗ്സിനെ കുറിച്ച്. മിസ്സേ, രണ്ടാമത്തെ പോയിന്റ് ഒന്നും കൂടെ പറയാമോ? ഈ ബിൻ കാർഡ് ഡിപ്പാച്ചിങ് സ്റ്റോക്ക് പൊസിഷൻ. ബിൻ കാർഡ് ഡെപ്പിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ ഇപ്പൊ നമ്മൾ മുകളിൽ മിസ് കാണിച്ചു കണ്ടില്ല? ബിൻ കാർഡിൽ എന്താണ് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി അവര് റിസീവ് ചെയ്തു, എത്ര ക്വാണ്ടിറ്റി അവര് സ്റ്റോറില് വിതരണത്തിന് വേണ്ടി സപ്ലൈ ചെയ്യാനായിട്ട് കൊടുത്തു, എത്ര ബാലൻസ് ഉണ്ട്, എന്നൊക്കെ ഈ പിൻ കാർഡിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവർക്ക് ഈ പിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാല് ആ എക്സ്ട്രാക്ട് മെഡിസിന്റെ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റും. സ്റ്റോക്ക് പൊസിഷൻ അറിയാൻ പറ്റും. പിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാല് ആ മെഡിസിന്റെ സ്റ്റോക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ. Short expiry to be arranged in front and long expiry at the back. FIFO. പറഞ്ഞോളൂ ഷാനി. ഫിഫോ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന മെഡിസിൻസ്, ഫസ്റ്റ് വാങ്ങിക്കുന്ന മെഡിസിൻസ് എന്ത് ചെയ്യാം? ഫസ്റ്റ് വിൽക്കുക, ആദ്യം സപ്ലൈ ചെയ്യാന്ന്. അതല്ലെങ്കിൽ എന്ത് പറ്റും? ആ മെഡിസിന്റെ അപ്പോഴേ മിസ് എക്സ്പയർ ആയി കഴിഞ്ഞാല് എന്തോ ചെയ്യും? പിന്നെ കളയോ? ഡിസ്പോസ് ചെയ്യണം. ഓരോ ഹോസ്പിറ്റലിനും ഡിസ്പോസ് ചെയ്യാനായിട്ട് ഓരോ റൂൾ ഉണ്ട്. അതനുസരിച്ച് ആ മെഡിസിൻസ് അവർ നശിപ്പിച്ചു കളയും. അല്ല, ഈ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ വരുന്നത് മെഡിസിൻ ഒക്കെ ഉണ്ട്. അത് ഇതാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. അത് തന്നെ. അപ്പൊ അത് എക്സ്പയർ കഴിഞ്ഞാല് അതിങ്ങനെ ഡിസ്പോസ് ചെയ്യും? അതിനൊക്കെ ഒരു റൂൾ ഉണ്ട്. ഓരോ ഹോസ്പിറ്റലിലും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓരോ മെഡിസിൻസ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് അതനുസരിച്ചാണ് അവർ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ മിസ്.
ജസ്റ്റ് നാർക്കോട്ടിക് ഡ്രഗ്സ് ഓക്കെ. നാർക്കോട്ടിക് ഡ്രഗ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്? മാം ഈ പ്രിസൈസ് റെക്കോർഡിംഗ് അതെന്നാ? കൃത്യമായ റെക്കോർഡ്. ഓക്കെ ഓക്കെ. അത് വായിച്ചു കഴിഞ്ഞു മിസ്. അടുത്ത പേജ്. ഇൻഫ്ലാമബിൾ ഡ്രഗ്സ്. ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് ഫോർ ഈസിലി കാൻഡിൽഡ് അല്ലെങ്കിൽ ഈസിലി ഹാൻഡിൽഡ് തിങ്സ് ലൈക്ക് സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ്. സ്പിരിറ്റ്, ഗ്യാസസ്, കെമിക്കൽസ് എന്നിവയുള്ള സ്ഥലത്ത് സൂക്ഷിക്കാതിരിക്കുക. സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ആവശ്യമായ വെന്റിലേഷനും തീ അണയ്ക്കുന്നതിനുള്ള എക്യുപ്മെന്റ്സ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കുക. പെട്ടെന്ന് തീ പിടിച്ചാൽ അത് അണയ്ക്കാനൊക്കെ ആയിട്ട്. എസോസ്റ്റ് ഫോർ എയർ ടു പാസ് ത്രൂ. എസോസ്റ്റ് നമ്മ കിച്ചണിൽ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ എന്ത് ചെയ്യുക, എയർ പുറത്ത് കിടക്കാനായിട്ട്. ഇപ്പൊ നമ്മ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ആദ്യമേ എസോസ്റ്റ് ഇടും ഇല്ലേ? റെഫ്രിജറേറ്റർ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് എയർ പാസിംഗ് വേണോന്നൊക്കെ പറയുന്നത് പോലെ. അതേപോലെ എയർ പുറത്തേക്ക് പോകാനായിട്ട് എസോസ്റ്റ് ഫാൻ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജിൽ ആന്റിബയോട്ടിക്കും വിറ്റാമിൻസ് ഒക്കെ 50% അല്ല 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. പെർസെന്റേജ് അല്ല, 15C to 20C. 15 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെ സെൽഷ്യസിലുള്ളത് ആന്റിബയോട്ടിക്സും വിറ്റാമിൻസും ലിവർ എക്സ്ട്രാക്ട്സ് ഒക്കെ സൂക്ഷിക്കുക. റൂം ഷുഡ് ബി എന്താണ് ഈ കോൾഡ് സ്റ്റോറേജ് റൂം എങ്ങനെയുള്ളതായിരിക്കണം? എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. ഡ്രഗ്സ് ലൈക്ക് വാക്സിൻ, സിറ, ഹോർമോൺസ് അങ്ങനെയുള്ള ഹോർമോൺസ് ഡീപ് ഫ്രീസറിലോ അല്ലെങ്കിൽ വാക്കിംഗ് കൂളറിലോ സൂക്ഷിക്കുക. ടെമ്പറേച്ചർ കുറയാൻ പാടില്ല. അതുകൊണ്ട് ടെമ്പറേച്ചർ നോക്കാനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് ഡയൽ തെർമോമീറ്ററോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിങ്ങോ ആ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഈ സെറ വാക്സിനും സെറയ്ക്കും മാത്രമല്ലേ ഉള്ളൂ ഈ 2-8 ഡിഗ്രി സെൽഷ്യസ് ഹോർമോൺസും? ഓക്കെ. ഇന്ന് കുറച്ച് പോർഷൻസ് എടുത്തിട്ടുള്ളൂ. എന്തൊക്കെയാ എടുത്തേ? ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സിന്റെ ഇന്റന്റിങ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നത്, പിന്നെ ഏതൊക്കെ തരത്തിലുള്ള റെക്കോർഡ്സും രജിസ്റ്റേഴ്സും ഒക്കെയാണ് നമ്മ ഹോസ്പിറ്റൽ ഫാർമസിയിൽ സൂക്ഷിക്കുന്നത്. പിന്നെന്താ പഠിച്ചേ? ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മ ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഓരോ മെഡിസിനെ കുറിച്ച് ഇപ്പൊ ജനറൽ ഡ്രഗ്സ് അതെങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ ഫാർമസിയിൽ അത് ഹോസ്പിറ്റൽ ഫാർമസിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് എങ്ങനെയാണ് അവർ സൂക്ഷിക്കുന്നത്. പിന്നെ ഇൻഫ്ലമബിൾ ഡ്രഗ്സ് എന്താണ്, അതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, ഏതൊക്കെയാണ് ഇൻഫ്ലമബിൾ ഡ്രഗ്സ്. പിന്നെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും ഭാഗം? ക്ലിയർ ആണ്. പറഞ്ഞോളൂ. എന്ത് ക്ലിയർ ആണെന്നായിരിക്കും പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. മാമിന്റെ ഓക്കെ, താങ്ക് യു മാം. മാമിന്റെ പേരെന്താ? പറഞ്ഞോ. പേരെന്താ? നെയിം എന്താന്ന് ചോദിച്ചതാണ്. വാഹിദ. മിസ്സേ, മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഇന്നലത്തെ ഇന്ന് ഇട്ടിട്ടില്ലല്ലോ. വരൂട്ടാ.
ഓക്കെ മിസ് എക്സാമിന് ഇത് ഇങ്ങനെ ഓപ്ഷൻ ആയിട്ടാണോ വരുന്നത്? ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിനക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് ടൈം ഉണ്ടാവോ? ടൈം അതൊക്കെ നിനക്ക് നിഷ ടീച്ചർ പറഞ്ഞിട്ടില്ലേ ടൈമും കാര്യങ്ങളൊക്കെ? ടൈമിന്റെ ക്ലാസ്സിൽ കയറുമ്പോ കേട്ടോ. ഇൻഫോമേബിളില് ഒന്ന് ലാസ്റ്റ് 4th വന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആ ഒന്ന് റോളാക്കി. 3 എണ്ണല്ലേ ഉള്ളൂ? അതല്ല. ഓക്കെ 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 ഓക്കെ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു.